നമ്മൾ ഈവനിങ് ഇങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്നുള്ള പ്ലാൻ ഉണ്ടായി. അപ്പം എന്തായാലും ഔട്ടിങ്ങിന് പോയില്ലേ, ചൂടായിട്ട് എന്തെങ്കിലും കഴിച്ചേക്കാം എന്നായി. എന്നിട്ട് നമ്മൾ പോയത് പോണ്ടയിലുള്ള സെൻറ്റ് ആനീസ് ബേക്കറിയിലാണ്. ഇത് നേരത്തെ ബേക്കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ന്യൂലി നമ്മൾക്ക് കഫേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സിറ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശത്ത് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് പ്ലാന്റ്സ്, പിന്നെ നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെസ്പ സ്കൂട്ടറൊക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഏരിയ. പിന്നെ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. പോണ്ടയിൽ നോൺ വെജ് ഐറ്റംസ് കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ ഈ പോണ്ട ഏരിയയിൽ നോൺ വെജ് സ്നാക്സ് കിട്ടുന്ന പ്ലേസസ് കുറവാണ് കേട്ടോ. അഞ്ചിയും അടുത്തോ അവിടെയൊക്കെ ഇഷ്ടംപോലെ നോൺ വെജ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്നാക്സ് എന്ന് വെച്ചാൽ ചിക്കൻ ബർഗർ, ചിക്കൻ കട്ട്ലൈറ്റ്, ചിക്കൻ സമൂസ, പിന്നീട് പാറ്റീസ്, പിന്നെ നമുക്ക് പാസ്ട്രി അവൈലബിൾ ആണ്, ബർത്ത്ഡേ കേക്ക്സ് അവൈലബിൾ ആണ്, പിന്നെ കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോയി, കൂടുതൽ എനിക്ക് തോന്നുന്നു വൈകുന്നേര സമയത്തായിരിക്കും അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ പോയി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് വേഗം പോയി നോക്കിക്കോളൂ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ന്യൂലി ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ, നേരത്തെ ബേക്കറി ഉണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും വൈകുന്നേരം ഫാമിലിയുടെ കൂടെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളപ്പം 2 ചിക്കൻ ബർഗറും ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. മോൾക്ക് ഫ്രഞ്ച് ഫ്രൈസും മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തത്. എനിവേ നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് വൈകിട്ട് തിരികെ വീട്ടിലേക്ക് പോയി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീട്ടിൽ കാണാം. ബൈ ബൈ.